ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ ഒരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റാണ്. വെൽതൈ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിച്ച എൻ്റെ ഈ സിനിമ കുടുംബ പ്രേക്ഷകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. മഹാരഥന്മാരായ നടീനടന്മാർ ഈ സിനിമയിൽ എന്നോടൊപ്പം സഹകരിച്ചു. ഇത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് ആനുകാലിക സംഭവങ്ങളൊക്കെ കോർത്തിളക്കിക്കൊണ്ട് ഒരു അയ്യരെ ഞാൻ പോർട്രേ ചെയ്തിരിക്കുകയാണ്. പടത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് നമ്മളിപ്പം ഓൾറെഡി പ്രൊമോഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഷെയർ ചെയ്തു. നിഷാദിക്കയുടെ കൂടെ പിന്നെ വെൽതൈ പ്രൊഡക്ഷൻ റിസർച്ചിൻ്റെ കൂടെയൊക്കെ ദുബായിൽ ഒരുപാട് എനിക്ക് ഷൂട്ട് അധികം അധികമല്ല എൻ്റെ ഷൂട്ട് മൊത്തം ദുബായിലായിരുന്നു. അപ്പം അവിടെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പം ഫാമിലി ആയിട്ട് എൻ്റെ ഫുൾ ഫാമിലി ഇട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് അത് പടം കണ്ട് എന്താ പറയുക, നമുക്ക് എത്ര സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിലീഫാകും. ഒരുപാട് ഇരുന്ന് ചിരിച്ച് അവസാനമായപ്പോൾ കണ്ണ് നിറയിച്ചൊരു സിനിമയാണ് അയ്യരിൻ്റെ അറേബ്യ. ഇപ്പം മിക്ക പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയായിരിക്കും. അപ്പം ഈ കാണാത്തവരൊക്കെ പോയി കാണുക, അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഷൈനും ധ്യാനും ഓക്കെ, ഞാൻ ഷൈൻ്റെ കൂടെ ഓൾറെഡി 4 പടം ചെയ്തിട്ടുണ്ട്. ഷൈൻ്റെ കൂടെ ധ്യാൻ്റെ കൂടെ ഓൾറെഡി 4 പടം ചെയ്തിട്ടുണ്ട്. ഷൈൻ്റെ കൂടെ ഇത് 2ാമത്തെ പടമാണ്. അപ്പം എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരുമ്പം രസമാണ്. സെറ്റിലാണെങ്കിലും പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ സമയത്ത് മീഡിയയിൽ പ്രൊമോഷനിൽ ഇൻ്റർവ്യൂവിലിരിക്കുന്ന സമയത്താണല്ലോ ഇവർ തഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്തെന്ന് കൊടുക്കുന്നത് ഒരു മനുഷ്യ മനസ്സിനെ എങ്ങനെ സ്പർശിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു മൂവിയിൽ നിന്ന് ഒരു മനുഷ്യന് എന്താണോ കിട്ടുന്നത് അതിലാണ് ആ വാല്യൂ. അല്ലാതെ ബഡ്ജറ്റിലോ വലിയ സ്റ്റാർസിലോ സ്റ്റാർ കാസ്റ്റിലോ ഒരിക്കലുമല്ല. അതൊരു തെറ്റായ ധാരണയാണ്. രാമനിശ്ചിതം കൊടുക്കുന്ന 5 ഡയറക്ഷൻ സ്റ്റോറി എന്നുള്ളതാണ്. ഓൺലി നേറ്റീവ് കുറച്ചുകൂടെ കോമഡി നിലവാരം കൂട്ടാണ്. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഷൈൻ അവസാനം വരുന്ന കുഴപ്പമില്ല, പടം കണ്ടിരിക്കുക. ഞാൻ അങ്ങേറ്റ് പടം എന്ന് പറയാൻ പറ്റില്ല. ആഗ്രഹമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. കോമഡി, സെൻറ്റിമെൻറ്റൽ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. കോമഡി ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ അവസാനമാണ് സെൻറ്റിമെൻറ്റ്സ്. ഫാമിലി പടമാണ്. ലാഗൊന്നും അങ്ങനെയില്ല. സെക്കൻഡ് ഹാഫിനെക്കാൾ കൂടുതൽ ഇഷ്ടം കുറച്ചുകൂടെ ഫ്ലോ ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫാണ്. ഇത് വലിയ താഴ്ന്നവരെയാണ്, ഒരുപാട് പേരുണ്ട്. അല്ലാതെ ഗുരുസ്മേടാണ് ഫസ്റ്റ് ഹാഫിൽ തകർത്തത്. ഞാൻ ആക്ച്വൽസ് ഞാനും ദുർഗയും നല്ല കോമ്പിനേഷൻ. ഇത് കുറേ നാളായി സിനിമ കണ്ട് കുറേ നാളായി കണ്ടിരിക്കാൻ പോകണം. അറേബ്യ എങ്ങനെയുണ്ടായിരുന്നു മൂവി കണ്ടപ്പോൾ? ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യമൊക്കെ വെച്ച് നോക്കി ഭയങ്കരമായിട്ട് ഒരു സറ്റയറായിട്ടാണ് അവതരിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? പറയേണ്ട സ്റ്റോറിയാണ്. ഇപ്പോഴും ആൾക്കാർ ചില ഫാമിലീസ് അങ്ങനെ കാണിക്കാറുണ്ട്. അതിപരമായിട്ട് വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഷൈൻ ടോമും, പിന്നെ ഡാൻ ശ്രീനിവാസൻ, ഉർവശി മാഡം, മുകേഷ്, ഇതെല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിസാർ സാറിൻ്റെ വേറൊരു പ്രത്യേകതരം സ്റ്റോറിയാണ്.